കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഉണ്ണി വ്ളോഗ്സിന്റെ ഒരു കോൺട്രവേഴ്സി, അതാണ് നമ്മുടെ സബ്ജക്ട്. ഉണ്ണി വ്ളോഗ്സ് ഒരു വീഡിയോ പുറത്തിട്ടുണ്ട്, നമുക്കതൊന്ന് കുറച്ച് കേൾക്കാം. എന്റെ പേര് ഇബ്രാഹിം മാത്യു എന്നാണ്. ആരാധകരെ കണ്ട 2 മണിക്കൂർ കഴിയുമ്പോൾ പരിപാടി പോലെ നിന്റെ വീഡിയോ നാളിനെ കൊണ്ടുവരും, ഞാൻ പോലീസിനെ കൊണ്ടുവരും, നിന്നെ ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. മനസ്സിലായോ? എന്താ ഉറക്കം വരുന്നു. ഉണ്ണി വ്ളോഗ് അയാളുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. എത്ര പൈസ തന്നെ എഴുതാൻ വേണ്ടി. അയ്യോ അങ്ങനെയൊന്നും പോലെ ഇവിടെ ആരും പൈസ ഒന്നും തന്നിട്ടില്ല. താൻ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്ക്, നേരം വെളുക്കട്ടെ, എന്നെ കൊണ്ട് വരുന്ന ഞാനും ഉണ്ടാക്കാം. എന്തുവാ നീ പേടിക്കണം, അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? ഡയറക്ടർ വിളിച്ചിട്ട് ത്രെട്ട് ചെയ്യുന്നത്, അതായത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഭീഷണിപ്പെടുത്ത് കൊള്ളുകയാണ്. അല്ല, എനിക്ക് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും. നിന്നോട് ഇപ്പൊ ഞാൻ പറയാം. ഉണ്ണി പൈസ വാങ്ങിയിട്ടുണ്ടോന്ന് വെച്ചാൽ മേ ബി ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇവരുടെ കയ്യിൽ നിന്നായിരിക്കാനാണ് സാധ്യത. എങ്ങനെ ഇരിക്കണം? നിനക്കൊക്കെ കൂവിത്തളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? പുള്ളി അങ്ങനെ വീഡിയോ പിടിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു, അവിടെ തന്നെ ഈ കോള് വരുന്നു, ആ വീഡിയോ അയാൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തത്തിൽ എന്തോ ഒരു ഫിഷി തിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളി പറഞ്ഞ ആ ടോൺ, അതിനിപ്പോ അത് യഥാർത്ഥത്തിലുള്ള ഭീഷണിയാണെങ്കിൽ നന്ദിയില്ലാത്ത ജാതികൾ എന്നെ നമ്മടെ കാശിന് പറ്റുകൾക്കൊക്കെ നല്ല വിലയുണ്ട്, നമുക്ക് മാത്രം ഒരു വിലയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടി. തീർച്ചയായിട്ടും അത് ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇയാൾ കൈയെടുത്തേണ്ട കാര്യം എന്താണ്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. സിനിമ എന്ന് പറയുന്ന സാധനം ആരുടെയും കുത്തകാവകാശമൊന്നുമല്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്ന് നിർബന്ധം പിടിക്കാക്കത്തില്ല. ഞാൻ പോയിരുന്ന കണ്ട് വാട്ടെ പടം. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. ഒരു പടം എന്തൊക്കെയോ കാട്ടിക്കൂട്ടലാക്കി ഒരു സാധനം എടുത്തു വെച്ച്. ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധം പറയാനൊക്കത്തില്ല. കുട്ടികളുടെ സിനിമ ഫാമിലിക്ക് ഇഷ്ടപ്പെടണമെന്ന് പറയാനും ഒക്കത്തില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എന്തിനൊക്കെയോ ഡയലോഗ്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു ബാല. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇങ്ങനെ ഇടന്നുണ്ട് ചീത്ത വിളിക്കാനും അവരെ വിളിച്ച് വിലക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. അതിന്റെ അടുത്ത പരിപാടി സഹു 2 ദിവസം മാറിക്കണം. അതിന്റെ ഞാൻ തിരിച്ചിങ്ങോട്ട് വരട്ടെ, പണിക്ക് പണി കൊടുക്കണ്ടേ? എല്ലാത്തിനും കാണിച്ചു തരാം.